ആദ്യേട്ടന് എന്നോടും പിണക്ക് മാറില്ലെന്ന് തോന്നുന്നു. വിഷമിക്കില്ല അമൃതയുടെ. ആദ്യേട്ടൻ ഇതുവരെ തെറ്റിദ്ധാരണ മാറിയിട്ടില്ല. ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച ആദ്യേട്ടനെ കൂട്ടിക്കൊണ്ടുവന്ന. എങ്ങനെയും ആദ്യേട്ടന്റെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം, അല്ലാതെ പറ്റില്ല. പിന്നെ തെറ്റിദ്ധാരണ ഇത് ശരിയായ ധാരണ തന്നെയാ. നീയും ആഖിയും കൂടി ആദ്യേട്ടനെ വെറുതെ വിഡ്ഢിവേഷം കെട്ടിച്ചതാ. ആദ്യേട്ടൻ ആ സ്ഥാനത്ത് വന്നത് സത്യത്തിൽ ആഖിക്ക് ഇഷ്ടമായില്ല. അതല്ലേ മനഃപൂർവ്വം ഈ ചതി ചെയ്തത്. അമൃതേടത്തി വെറും ഒരു പാവം ആയതുകൊണ്ട് കൊള്ളാം. അമൃതേടത്തിയുടെ ഭർത്താവിനെ കൂളായിട്ട് ചതിച്ചിട്ട് അവരിപ്പോ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് കേട്ട് തലയാട്ടാൻ ഇവിടെ ഒരു അച്ഛനും അമ്മയും. ഐശ്വര്യ നിർത്ത്. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കണ്ട. ഐശ്വര്യ, എന്തൊക്കെ പറഞ്ഞാലും അഖി ശ്യാമെ അങ്ങനെ ആദ്യേട്ടനെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഇത്ര പാവമായി പോയല്ലോ അമൃതേടത്തി. കൂടെ നിന്ന് ചതിക്കുന്നവരെ പാടി പുകഴ്ത്തുന്നു. കൂടെ നിന്ന് ചതിക്കുന്നവരാരാണെന്ന് ഇതിനൊക്കെ ഇവിടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. കൂടുതൽ സത്യസന്ധ ചമയണ്ട. മാം, അത് ഞാൻ ശ്യാമയുടെ അവതാരത്തിലാ ഇപ്പൊ ഐശ്വര്യ ഇവിടെ നിൽക്കുന്നത്. അതിടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചാൽ കൊള്ളാം. ഇനി ഇത്തരം വേലത്തിരങ്ങളൊന്നും ഇവിടെ ചെലവാവില്ല, ഓർത്തോ. ഇപ്പോഴും ഐശ്വര്യയുടെ ഐഡിയ തന്നെ ഓർക്കോട്ടായ. അതാ മക്കളിങ്ങനെ തമ്മിൽ തല്ലുന്നു. എന്താ നീ പിറുപിറുക്കുന്നേ? ഓ, ഒന്നുമില്ലേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പോന്നു. അമൃതേടത്തി, എടുത്ത് വിഷമിക്കാതെ. സത്യം എന്താണെന്ന് താമസിയാതെ നമുക്ക് കണ്ടെത്താം. ആദ്യേട്ടന്റെ പിണക്കവും നമുക്ക് മാറ്റാം. ഞാനല്ലേ പറയുന്നേ, എന്റെ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും, ഉറപ്പ്.